പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോളവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 173 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഈ എപ്പിസോഡിൽ മഹാപാപപരിഹാര യാഗത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. നിഴൽ പൊരുൾ ബന്ധം. പാപപരിഹാര യാഗങ്ങൾ വിവിധങ്ങളാകുന്നു. എന്നാൽ മഹാപാപപരിഹാര യാഗം ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം അർപ്പിക്കുന്നതാകുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം, എബ്രായ ലേഖനം 9:7-25 വാക്യങ്ങളും. പാപപരിഹാര യാഗം അർപ്പിക്കുന്നത് അപ്പന് പകരം അഭിഷേകം പ്രാപിച്ച പുരോഹിതനായിരിക്കണം എന്നത്രേ വ്യവസ്ഥ. ലേവ്യ പുസ്തകം 16:32, പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 28-29 വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് പിതാവിന് പകരം പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ വന്നു എന്നാണ് സാക്ഷിച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 38-39 വാക്യങ്ങൾ ഇത് തെളിയിക്കുന്നു. നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്നു എന്നും യോഹന്നാൻ 1:29 എഴുതിയിട്ടുണ്ട്. മഹാപാപപരിഹാര യാഗത്തിന് 2 ആടുകൾ വേണം. ഒന്നിനെ യാഗം അർപ്പിക്കുകയും ശേഷം രണ്ടാമത്തെ ആടിൻ്റെ തലയിൽ ജനത്തിൻ്റെ പാപം ആവഹിപ്പിച്ച് ആടിനെ മരുഭൂമിയിൽ വിടുകയും ചെയ്യുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 20, 21, 22 തിരുവചനങ്ങൾ. അത് പാപം ചുമക്കുന്ന കുഞ്ഞാടാകുന്നു. കർത്താവിൻ്റെ നിഴലുമായി നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കുവാനായിട്ടും പഠിക്കുവാനായിട്ടും സാധിക്കും. കർത്താവ് കാൽവറിയിൽ അർപ്പിച്ചത് സൗരഭ്യവാസനയായ ദഹനയാഗം ആകുന്നു. ഈ യാഗം അർപ്പിക്കുന്നത് വൈകുന്നേരത്ത് ആയിരിക്കണമെന്നാണ് പ്രമാണം. പുറപ്പാട് 29:41. ഈ യാഗം മുഴുവനും ദൈവത്തിന് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. ഭക്ഷിപ്പാൻ അനുവാദവുമില്ല. കർത്താവിൻ്റെ തിരുശരക്തങ്ങൾ നാം അനുഭവിക്കുന്നുവെങ്കിലും കാൽവറിയിലെ അറക്കപ്പെട്ട ആ ശരീരത്തെ അതുപോലെയല്ല നാം സ്വീകരിക്കുന്നത്. കർത്താവിൻ്റെ പുതിയ ഉടമ്പടിയിലെ പുതിയ നിയമത്തിൻ്റെ ശരീരരക്തങ്ങളായിട്ടാണ് നാം അവയെ സ്വീകരിക്കുന്നത്. ദഹനയാഗം വൈകുന്നേരം ആകുന്നു അർപ്പിക്കേണ്ടത്. പുറപ്പാട് 29:41. നമ്മുടെ കർത്താവ് യാഗമായി സ്വയം സമർപ്പിച്ചതും 6-ാം മണിക്ക് ആകണമല്ലോ. ഈ സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയാകുന്നു. അഹ്റോൻ ആദ്യം തനിക്കും കുടുംബത്തിനുമുള്ള പാപയാഗം അർപ്പിക്കണം. ആദ്യമേ ധൂപാർപ്പണം, കൃപാസനത്തെ മറയ്ക്കത്തക്കവണ്ണം നടത്തിയിട്ട് രണ്ടാമത് യാഗരക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുക എന്നതാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. രക്തം എടുത്ത് കൃപാസനത്തിന്മേൽ കിഴക്കോട്ട് 7 വട്ടം തളിക്കണം. കൃപാസനത്തിൻ്റെ മുമ്പിലും തളിക്കണം എന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ലേവ്യ പുസ്തകം 16:14 വാക്യം. ഇതിൽ നിന്ന് കൃപാസനം പടിഞ്ഞാറോട്ട് അഭിമുഖമാണെന്ന് വ്യക്തമാകുന്നു. സഭയുടെ ആരാധന കിഴക്കോട്ട് മുഖമായി നിന്ന് നടത്തുന്നത് ഇതുകൊണ്ടാണ്. ത്രോണോസ് പടിഞ്ഞാറ് അഭിമുഖമായിരിക്കുന്നു. അതിനു മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആരാധിക്കുന്നത് ഈ ദൃഷ്ടാന്തമനുസരിച്ചാകുന്നു എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. കർത്താവിൻ്റെ യാഗം അതിവിശുദ്ധ സ്ഥലത്ത് തുടരുകയാണ്. അവിടുത്തെ ശുശ്രൂഷ പൂർത്തിയാക്കി താൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന്, അതായത് സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു എന്നത്രേ വിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പർക്ക് എഴുതുന്നത്. ഫിലിപ്പിയ ലേഖനം 3:20 വാക്യം. അവർ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്ന് യേശുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് എബ്രായ ലേഖനം 9:28 എഴുതിയിരിക്കുന്നു. പാപം കൂടാതെ വരുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ന്യായപ്രമാണ മഹാപുരോഹിതൻ അതിവിശുദ്ധ പ്രവേശിച്ചിട്ട് തൻ്റെ പാപം മുഖാന്തരം
അവിടെ മരിച്ച് പോകുന്ന സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെ യേശുക്രിസ്തുവിൽ യാതൊരു പാപവുമില്ലാത്തതിനാൽ തീർച്ചയായും അവൻ പാപം കൂടാതെ പോയതുപോലെ തന്നെ തിരികെ വരുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ നാം നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു ലോകസ്ഥാപനം മുതൽ കുരളടക്കപ്പെട്ട് കാൽവറിയിൽ യാഗമായി അർപ്പിച്ച് സ്വന്തം രക്തത്താൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നും അവിടെ നിന്ന് വാഗ്ദത്തപ്രകാരം താൻ രണ്ടാമതും പ്രത്യക്ഷനാകും എന്നും ഉള്ള ഒരു വലിയ വിശ്വാസ സത്യമാണ് സഭയെ ബലപ്പെടുത്തുന്നതും നിലനിർത്തുന്നതും. ഇങ്ങനെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് തൻ്റെ യാഗത്തിൻ്റെ പൂർത്തീകരണം നിർവഹിക്കുന്നത് തൻ്റെ രണ്ടാമത്തെ വരവിൽ മാത്രമാണ്. അതേവരെയും ന്യായപ്രമാണത്തിലെ ജനം തങ്ങളുടെ മഹാപുരോഹിതൻ അതിവിശുദ്ധത്തിൽ നിന്ന് തിരികെ വരുന്നവരെ പുറത്ത് കാത്തു നിന്നതുപോലെ സഭയും രക്ഷിതാവിന് വേണ്ടി, നമ്മുടെ മഹാപുരോഹിതന് വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് കർത്താവ് ക്രൂസിൽ യാഗമായി തീർന്നപ്പോൾ യാഗം അവസാനിച്ചിട്ടില്ല. യാഗരക്തവുമായി സ്വന്തം രക്തത്താൽ അതിവിസ്ഥലത്തേക്ക് പ്രവേശിച്ച് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് തൻ്റെ ശുശ്രൂഷ തുടരുകയും അതിൻ്റെ പൂർത്തീകരണത്തിൽ കർത്താവ് മടങ്ങി വരികയും ചെയ്യും. ഇത് കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ച വചനത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. കർത്താവ് ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം നിർവഹിക്കുമ്പോൾ അതിനെക്കുറിച്ച് പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ വരുന്നതുവരെ ഈ പ്രകാരം നിവർത്തിച്ചുകൊള്ളുക എന്ന് കർത്താവ് കൽപ്പിച്ചു എന്നത്രേ. 1 കൊരിന്ത്യർ 11:26 യേശുക്രിസ്തു തൻ്റെ യാഗം അതിവിശുദ്ധ സ്ഥലത്ത് ഇപ്പോൾ തുടരുന്നതുകൊണ്ട് താൻ വരുന്നതുവരെ ഭൂമിയിൽ പാപപരിഹാരം പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു പുതിയ ഉടമ്പടി ചെയ്തു. ഇത് പാപപരിഹാരത്തിനുള്ള എൻ്റെ ശരീരമെന്നും രക്തമെന്നും വ്യവസ്ഥ ചെയ്തുകൊണ്ട് സഭയെ ഏൽപ്പിച്ചു. അതത്രേ ഇന്നത്തെ പുതിയ നിയമ സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ മർമ്മം എന്ന് പറയുന്നത്. ഈ ശുശ്രൂഷയും കർത്താവിൻ്റെ രണ്ടാം വരവോടുകൂടെ അവസാനിക്കുന്നതാണ്. ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.